ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയുന്ന വിഷയം പീപ്പിൾ ഡിപ്പെൻഡൻസി ഇൻ ബിസിനസ്സാണ്. ബിസിനസ്സിൽ ചില കീ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഓവറായിട്ട് ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് പീപ്പിൾ ഡിപ്പെൻഡൻസി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പീപ്പിൾ ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം ഇതിൻ്റെ പരിഹാരം എന്താണ് എന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം പീപ്പിൾ ഡിപ്പെൻഡൻസി ഇൻ യുവർ ബിസിനസ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ബിസിനസ് ഓണേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ പ്രധാനപ്പെട്ട മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ഇല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ നല്ല രീതിയിൽ നടക്കില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കണ്ട എന്നൊക്കെയുള്ള മാനസിക അവസ്ഥ ഉള്ളവരാണ് ഈ ഒരു ബിസിനസ്സിനെ ഡിപ്പെൻഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഡിപ്പെൻഡ് ആകേണ്ട അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ബിസിനസ്സിനെ ബെറ്റർ ലെവലിലേക്ക് എത്തിക്കാം എന്നതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാം. അപ്പോൾ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഓണറാണ്. അപ്പോൾ ഓണർ പലപ്പോഴും ബിസിനസ് വളരെ കഷ്ടപ്പെട്ട് ചിന്തിച്ച് ബുദ്ധിമുട്ടി വികസിപ്പിച്ച് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് അദ്ദേഹം റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എപ്പോഴും അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം, ബിസിനസ് ഓണറിന് ഒരു ലീവ് എടുക്കാനോ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒരു അല്പം മാനസികമായിട്ട് ഒന്ന് ഒഴിഞ്ഞു നിൽക്കാനോ സാധിക്കാതെ വരും. അപ്പോൾ ഒരു മാനസികമായ ഒരു സ്ട്രെയിൻ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. പേഴ്സണലായിട്ടുള്ള ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റീസുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. സമൂഹത്തിൻ്റെ വളർച്ചയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും സാധിക്കാതെ വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓണർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ചയെയും അത് സാരമായി ബാധിക്കും. അപ്പോൾ ഓണറിനെ അമിതമായി ഡിപ്പെൻഡ് ചെയ്തൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയായ വളർച്ചയിലേക്ക് എത്തുന്നതല്ല. രണ്ടാമത്തേതാണ് കീ എംപ്ലോയീസ്. ചില എംപ്ലോയീസ് വളരെ നല്ല ഔട്ട്പുട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഈ കീ എംപ്ലോയീസ് പക്ഷേ നമുക്ക് ചിലപ്പോഴെങ്കിലും പാരായി മാറാറുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അവർ ഉള്ളിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് അത് പൊതുവായി മറ്റ് ടീം അംഗങ്ങളുമായി ഷെയർ ചെയ്യാതെ അവരെന്ത് ചെയ്യും, ഈ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അവരുടെ ഉദ്ദേശം അവർക്ക് അവരുടെ ജോബ് സെക്യൂരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും മിക്കവാറും അവരുടെ ഉദ്ദേശം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമ്പനിയിൽ ഏതെങ്കിലും താറുമാറാക്കുക എന്നുള്ള ഉദ്ദേശവും അവർക്ക് ചിലർക്കെങ്കിലും ഉണ്ടാകാം. അപ്പോൾ കീ എംപ്ലോയീസിനെ നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. പിന്നെ ഉള്ളതാണ് മാനേജേഴ്സ്. നമ്മൾ കമ്പനിയിൽ പല മാനേജേഴ്സ് ഉണ്ട്. നല്ല മാനേജേഴ്സ് കമ്പനിക്ക് അനുഗ്രഹമാണ്. പക്ഷേ ഈ മാനേജേഴ്സിനെ മാത്രം, ചില മാനേജേഴ്സിനെ മാത്രം കീ ആയിട്ട് നമ്മൾ അവരെ ആശ്രയിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, അവർ കമ്പനിയിൽ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്ത് ജോലിയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ടീമിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഹയർ ലെവലിലേക്കുള്ള റിപ്പോർട്ടിങ് ഇല്ലാതെ വരും. ആകെ കമ്പനി താറുമാറാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയൊരു മാനേജർ മുന്നോട്ട് വന്ന് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധം കമ്പനിയെ നമ്മൾ ശരിയായ വിധം ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഉള്ളത് സപ്ലയേഴ്സാണ്. ശരിയായ സപ്ലയേഴ്സ് ഒരാളോ രണ്ടുപേരോ മാത്രമായി ചുരുങ്ങി പോകാൻ പാടില്ല. അതോടൊപ്പം കൺസൾട്ടൻസ്. നമ്മൾ കൺസൾട്ടൻസിനെ നമ്മൾ ആശ്രയിക്കാമെങ്കിലും നമ്മളായിരിക്കണം എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത്. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഏത് ഡേറ്റിന് ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും കൺസൾട്ടൻ്റിനെ കൊണ്ട് അത്
ചെയ്യിക്കുകയും ചെയ്യുക. അല്ലാതെ കൺസൾട്ടൻറ്റ് ഇതിനെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അതുമാത്രമല്ല ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നോ രണ്ടോ കസ്റ്റമർ മാത്രമായി ചുരുങ്ങിപ്പോകാൻ പാടില്ല. അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ബിസിനസ്സും ഒന്നോ രണ്ടോ കസ്റ്റമറുമായിട്ട് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഡോമിനൻസ് ഉണ്ടാവുകയും നിങ്ങളുടെ ബിസിനസ്സിനെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. പിന്നെയുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാനോ അനുവദിക്കാൻ പാടില്ല. അവരുമായിട്ടൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് മാത്രമേ നമ്മൾ ഡീലിങ്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പീപ്പിൾ ഡിപ്പെൻഡൻസിയുടെ പ്രോബ്ലംസ്. അപ്പോൾ പീപ്പിൾ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബിസിനസ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ബിസിനസ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.